വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. വിചാരണ പൂർത്തിയാകുമ്പോൾ പൾസർ സുനി പ്രതി എന്നതിൽ നിന്ന് കുറ്റവാളി എന്നതിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്നാണ് വെളിപ്പെടുത്തുന്നത് പ്രമുഖ അഭിഭാഷക ആശ ഉണ്ണിത്താൻ. ഒരു മാധ്യമ ചർച്ചയ്ക്കിടെയാണ് പ്രസക്തമായ ചില കാര്യങ്ങൾ അഭിഭാഷക എടുത്തുകാട്ടിയത്. ഗൂഢാലോചന കേസിലേക്ക് വരുമ്പോൾ 8ാം പ്രതിയായ ദിലീപ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള സംശയം. അക്കാര്യത്തിൽ കുറെ തെളിവുകളുടെ ആവശ്യമുണ്ട്. ഈ കേസ് ഇതുവരെ വൈകിയത് അതിജീവിതയുടെ പ്രശ്നം കൊണ്ടല്ല. അതിജീവിതയ്ക്ക് ഇവിടെ പരിമിതമായ റോൾ മാത്രമേ ഉള്ളൂ. അതിജീവിതയ്ക്ക് സ്വന്തമായ ഒരു അഭിഭാഷകനെ വെച്ചുകൊണ്ട് കേസ് നടത്താൻ സാധിക്കില്ല. ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ അടുത്തേക്ക് നമ്മൾ എത്തിയത് തന്നെ എത്രമാത്രം കഷ്ടപ്പെട്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിജീവിതയ്ക്ക് സ്വന്തമായ ഒരു അഭിഭാഷകന് വേണമെങ്കിൽ ഒന്നും മിണ്ടാൻ പാടില്ലാത്തയാളെ വെക്കാൻ പാടുള്ളൂ. അതായത് അതിജീവിതയുടെ അഭിഭാഷകൻ മിണ്ടാൻ പാടില്ലെന്നും ആശ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നു. നീതിന്യായ വ്യവസ്ഥയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ട് പ്രതികളെല്ലാം തന്നെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. റേപ്പ് കേസുകളിൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ പോലും ഈ കേസുകളിൽ നമ്മൾ കണ്ടു പ്രത്യേക കോടതി സ്ഥാപിച്ചു, പ്രത്യേക അന്വേഷണ സംഘത്തെ സ്ഥാപിച്ചു. അതിജീവിത എന്ന് പറയുന്നത് പ്രമുഖമായ ഒരു നടിയാണ്. എന്നിട്ടൊക്കെ എന്ത് കാര്യം? അവരെക്കാൾ പ്രബലരായ ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ജസ്റ്റിസ് സിസ്റ്റത്തിന് കൈകെട്ടി നിൽക്കേണ്ട അവസ്ഥയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ക്രൂശിക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി പറയുന്നു. ഈ കോടതി മാറണമെന്ന് ആവശ്യപ്പെട്ടാണ് നേരത്തെ ചില പ്രോസിക്യൂട്ടർമാർ രംഗത്ത് വന്നിരുന്നത്. എന്നാൽ അന്നത് സുപ്രീം കോടതി അംഗീകരിച്ചില്ലെന്നും ആശ ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. ജാമ്യം നേടിയ പ്രതി വ്യവസ്ഥ പ്രകാരമുള്ള സ്ഥലപരിധി വിട്ടു പോകുന്നുണ്ടോ എന്നൊക്കെ ആരാണ് പരിശോധിക്കുക? അതിനൊന്നും ആരും ഉണ്ടാകില്ല. ഏതെങ്കിലും ആളുകൾ കണ്ട് പറഞ്ഞാലായി. ഒരു പൾസർ സുനിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ നോക്കിയാൽ നന്ന, അല്ലാതെ എല്ലാവരുടെയും കാര്യം നോക്കാനുള്ള ശേഷി കേരള പോലീസിനുണ്ടോ എന്നും അവർ ചോദിക്കുന്നു. അതേസമയം പൾസർ സുനിയുടെ കയ്യിൽ ഒറിജിനൽ ഫോൺ ഉണ്ടെന്നും അഭ്യൂഹമുണ്ടെന്ന് കേസിലെ സാക്ഷിയായ ജിൻസൺ വെളിപ്പെടുത്തിയിരുന്നു. പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ആർക്കാണ് ഗുണം ഉണ്ടാവുക എന്നൊക്കെ സ്വാഭാവികമായി ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പൾസർ സുനിയുടെ കയ്യിൽ ഒറിജിനൽ ഫോൺ ഉണ്ടെന്നുള്ള അഭ്യൂഹമുണ്ട്. ദൃശ്യങ്ങളും ഫോട്ടോകളും പലരും കണ്ടിട്ടുണ്ടെന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളത്. ഇനി അതൊക്കെ പുറത്തു വന്നാൽ ആരാണോ ഇത് ചെയ്യിപ്പിച്ചത് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നടപ്പാക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ജിൻസന്റെ വാക്കുകൾ. സുനി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് കരുതുന്നില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. 7.5 വർഷം ജയിലിൽ കിടന്നിട്ട് എങ്ങനെയെങ്കിലും പുറത്തു വന്നാൽ മതിയെന്ന ചിന്തയിലാണ് അവർ. അതുകൊണ്ട് തന്നെ അകത്തേക്ക് പോകാനുള്ള പണി അവരായി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ മറ്റു പലരും മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്നു ജിൻസൺ. നടിയെ ആക്രമിച്ച കൃത്യമായ കൊട്ടേഷനാണെന്ന് പൾസർ സുനി തന്നോട് പറഞ്ഞിരുന്നതായി നേരത്തെ ജിൻസൺ വെളിപ്പെടുത്തിയിരുന്നു. താനും സുനിയും ഒരേ സെല്ലിലായിരുന്നു കഴിഞ്ഞിരുന്നത്. വളരെ അടുപ്പമുള്ളത് കൊണ്ട് തന്നെ തന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇതിനെല്ലാം പിന്നിൽ നിന്ന് തനിക്ക് വ്യക്തമായ സൂചന തന്നെ സുനി നൽകിയിരുന്നുവെന്നും ജിൻസൺ വെളിപ്പെടുത്തിയിരുന്നു. കൊട്ടേഷൻ തന്നു എന്ന് പറയുന്ന ആൾ സുനിയെ ഒരു ദിവസം കൈവിട്ടാലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും എന്നെ കൈവിടാൻ അവർക്ക് കഴിയില്ലെന്നായിരുന്നു സുനി പറഞ്ഞതെന്നും ജിൻസൺ വെളിപ്പെടുത്തിയിരുന്നു.